ധന്യ, നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അടിമുടി ദുരൂഹമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലുള്ള അത് സത്യാവസ്ഥയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണമോ അത്തരം കാര്യങ്ങളൊന്നും നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം അതിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പേര് ഇപ്പൊ പറയാം ഒരു വ്യക്തതയില്ല ഗൗതം. കാരണം സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ എല്ലാം തെളിയുമെന്നാണ് നമ്മളെല്ലാം പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പോലീസ് സർജൻ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി CBI വന്നാൽ ഈ കേസിൽ എത്രത്തോളം പ്രയോജനമുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മികച്ച ഉദ്യോഗസ്ഥൻ വന്ന് ഇത് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇതിലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആ തെളിവുകൾ നശിപ്പിക്കാൻ ഇതിൽ ആർക്കാണോ ആവശ്യം, തെളിവുകൾ നശിപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ആർക്കാണോ അവർ ഇത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയിൽ നവീൻ ബാബുവിന്റെയും ദിവ്യയുടെയും കളക്ടറുടെയും ഫോൺ ലിസ്റ്റുകൾ വേണം, കോൾ ലിസ്റ്റ് വേണമെന്ന് മഞ്ജുഷ പറഞ്ഞിരുന്നു. അത് എത്രത്തോളം കിട്ടി എന്നുള്ളത് നമുക്കറിയില്ല. ധന്യ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇദ്ദേഹം തൂങ്ങി മരിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാവട്ടെ ഇദ്ദേഹത്തിന്റെ കൈ, അതായത് ഒരാൾ എങ്ങനെ തൂങ്ങി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ശരീരത്തിൽ തന്നെ പ്രകടമാവും. ഉദാഹരണത്തിന് കൈയുടെ തുമ്പിൽ ഈ വിരലിന്റെ അറ്റത്ത് ഒരു രക്തം കട്ട പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും സാധാരണ ഒരാൾ തൂങ്ങി മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ശുക്ലം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം, ഇത്തരം കാര്യങ്ങളൊക്കെ തൂങ്ങി മരണത്തില് സാധാരണ രീതിയിൽ സംഭവിക്കുന്നതാണ്. ഇതിൽ ശുക്ലത്തിനെ പറ്റിയിട്ടോ ഇതുപോലുള്ള മലമൂത്ര വിസർജനത്തിനെ പറ്റിയിട്ടോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ റെഡ് ചോര ക്ലോട്ട് ആവുന്നതിനെ കുറിച്ചിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഒരു ആത്മഹത്യാ മരണം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നവീൻ ബാബുവിന്റെ ശരീരത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല? കാരണം ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഇദ്ദേഹം തൂങ്ങി മരിക്കുന്നത് കാണുന്നത് ഈ നമ്മുടെ ഡ്രൈവർ ഷംഷുദ്ദീൻ രാവിലെ, അതായത് ഏതാണ്ട് 9 മണിയോട് അടുത്താണ് ഈ കാര്യം കാണുന്നത് എന്നാണ് പറയുന്നത്. അതായത് അത്രയും നേരം പുലർച്ചെ ഒരു 5 മണിക്കാണ് നവീൻ ബാബു തൂങ്ങിയതെങ്കിൽ അതെ 5 മണി തൊട്ടിട്ട് അത്രയും നേരം അദ്ദേഹം ഇതിന്റെ ആ ഒരു പ്രഷറിൽ കഴിയുകയായിരുന്നു. ആ പ്രഷറിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ പ്രകടമാകേണ്ട ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതൊന്നും പോസ്റ്റ്മോർട്ടത്തിലില്ല. ഇത് വലിയൊരു ദുരൂഹതയല്ലേ? മാത്രമല്ല ബോഡി ഒരുപാട് നേരം നിലത്ത് കിടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ നിലത്ത് കിടന്നു? അതൊരു വലിയ ദുരൂഹതയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു കാര്യം. ഇത് എങ്ങനെ? അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തുടക്കം മുതലേ പറയുന്നത് ഇദ്ദേഹത്തെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇതില് ഗൗതം നമ്മള് ഈ ഹർജിക്കാരി, അതായത് മഞ്ജുഷ കോടതിയിൽ പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. ഏക പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് സാമ്പത്തികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരാംഗമാക്കിയത്. ഇവരെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അനുകൂലിക്കുന്നു. അവരുടെ സ്വാധീനം വ്യക്തമാണ്. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കായി വിവരാവകാശ അപേക്ഷ നൽകിയിട്ട് മറുപടി ലഭിച്ചില്ല. പ്രശാന്തനും പ്രതിയുടെ ഭർത്താവും ജോലി ചെയ്യുന്നതടക്കം കണക്കിലെടുത്താണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നാവശ്യപ്പെട്ടത്. 55 കിലോ മാത്രമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാരം. കഴുത്തിലെ കയറിന്റെ പാട് ബലപ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിന് ഇടയാക്കുന്നു. ആന്തരിക ശ്രമങ്ങളൊന്നും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് ജോൺ S. റാൽഫ് വാദിച്ചത്. ഇനി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അന്വേഷണത്തിന്റെ ഭാഗമായ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ലെന്ന് വെറുതെ പറയുകയാണ്. അത് സ്ഥാപിക്കുന്ന തെളിവുകളില്ല. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയ ശേഷമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കളെ അറിയിച്ചതെന്ന് പറയുന്നതിലും തെളിവില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആത്മഹത്യ ചെയ്യുമ്പോൾ രക്തക്കറയുണ്ടാകാമെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. കൊലപാതകമാണെന്ന ഹർജിക്കാരുടെ സംശയത്തിലും വിശദമായ അന്വേഷണം നടത്തും. ഇതാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുണ്ടായ സംശയത്തിൽ സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും
ഈ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറ അതെന്തുകൊണ്ട് പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനോട് പറയാത്തത്? അത് എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇപ്പം നമുക്ക് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടി ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവർ ധരിച്ചിരുന്ന ശരീരം മുഴുവൻ മാറ്റി വെച്ചിട്ടാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രം മുഴുവൻ മാറ്റി വെച്ചിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം, അതായത് പ്ലെയിൻ ആയിട്ട് നഗ്ന ശരീരമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഈ രക്തക്കറ കണ്ടതാവട്ടെ അടിവസ്ത്രത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നില്ല തുടങ്ങിയ കാര്യമാണ്. പക്ഷെ എങ്ങനെ ഈ രക്തക്കറ വന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടില്ല. എങ്ങനെ ഈ രക്തക്കറ വന്നു അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ എന്നതൊരു ആ ഒരു രീതിയിൽ അന്വേഷണം പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിട്ടും അന്വേഷണം എവിടെയും ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാത്ത രീതിയിലാണ് നമുക്ക് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നവീൻ ബാബുവിന് ഏതാണ്ട് 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത്. അതെ, അങ്ങനെയുള്ള ഒരാള് എങ്ങനെ ഒറ്റയ്ക്ക് സ്റ്റൂളും വെച്ച് ഇതിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് കയറെന്ന് പറയുന്നത് അയഞ്ഞ അയയൊക്കെ കെട്ടുന്ന കയറ് പോലത്തെ വളരെ നോർമൽ അധികം കനമില്ലാത്ത കയറാണ്. അതായത് പൊട്ടി വീഴാൻ വളരെ ഇത്രയും ബലമുള്ള ഒരാൾ കയറുമ്പോൾ പൊട്ടി വീഴാൻ വളരെ സാധ്യതയുള്ള കയറാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 ദിവസം മുമ്പ് അൻവർ MLA പത്രസമ്മേളനം വിളിച്ചപ്പം അദ്ദേഹം കയർ എന്താണ് എന്ന് ചെറിയൊരു കയർ എടുത്തിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ട് ആ പത്രസമ്മേളനം നടത്തിയത്. അതായത് ഇത്ര മാത്രമുള്ളൊരു കയർ വെച്ചിട്ട് എങ്ങനെ അദ്ദേഹം കെട്ടിത്തൂങ്ങും? അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ല. കാരണം ഒന്നിക്കൽ ഇത് മുറിഞ്ഞു വീഴും ഇത്രയും ഭാരം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആത്മഹത്യയിലേക്ക് അത് പോകില്ല. കാരണം അത്രയും പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട്, ഇത്രയും വെയിറ്റും ഹൈറ്റും ഉള്ള ഒരാളുടെ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് ഈ കയറിനുള്ള ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ദുരൂഹതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇതിൽ CBI എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക ആശ്വാസം. നവീൻ ബാബുവിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണമെങ്കിൽ CBI വരിക തന്നെ വേണം എന്നുള്ളത് നമുക്ക് ഒരു തർക്കത്തിനും ഇടയാക്കാതെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് മുതിർന്ന അഭിഭാഷകന്മാർ അതുപോലെ തന്നെ ജസ്റ്റിസുമാരൊക്കെ ഇതേ അഭിപ്രായമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം അട്ടിമുട്ടി പിശക്, ദുരൂഹത, പാർട്ടി സംവിധാനത്തെ രക്ഷിച്ചെടുക്കുക, പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കുക എന്നതിൻ്റെ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് CBI വരണ്ട എന്ന് ഇവിടെ അടിയുറച്ച് സർക്കാർ വാദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്കിതിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം സർക്കാർ അവരെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ആള് പറയുമോ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന്? പറയില്ല. കാരണം എന്താ? ഇതിന്റെ മുമ്പിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകളൊന്നും അന്വേഷണ വിധേയമായി പരിശോധിച്ചിട്ടില്ല. ഭാര്യ തന്നെ തുടക്കം മുതൽ പറയുന്നു, എൻ്റെ ഭർത്താവിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മറ്റു ആശുപത്രികളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കലക്ടറിനടക്കം നിവേദനം നൽകി. എന്തുകൊണ്ട് ഈ കാര്യം പരിഗണിച്ചില്ല? ഭാര്യയാണ്, സ്വന്തം ഭാര്യയാണ് പറയുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞ ആ കാര്യം എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അത് മാത്രമാണോ പ്രശ്നം? വളരെ ധൃതിപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക, എന്നിട്ട് ശരീരം ദഹിപ്പിക്കുക. എന്തൊരു തിടുക്കമാണ്, ഒരു പെട്ടെന്ന് തന്നെ എല്ലാം കുഴിച്ചു മൂടുക എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളെ കുറിച്ച് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടി പോലും നടത്തിയത് കൃത്യമായ യാതൊരു ജാഗ്രതയും ഇല്ലാതെയാണ്, ഇതുമില്ലാതെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയത്. അങ്ങനെ ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഒരു ശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് അത് ദഹിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം തുടക്കം മുതലേ അതീവ പ്ലാൻഡ് ആയിട്ടാണ് ഇതിന്റെ തിരക്കഥ ആരോ രചിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും.